Hello friends, welcome to SAT, Centers Tuition Center Madathumbadi and Puthamalekara. Please subscribe to our YouTube channel for new updated videos and also visit centerstuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്ന arithmetic progression first chapterലെ previous year questions part 2. Question number 3, model questions 2012 ൽ ചോദിച്ചിരിക്കുന്ന question ആണ്. Appu claims that the sum of continuous terms from the first terms of the arithmetic sequence 4, 12, 20 is always a perfect square. Do you agree with Appu? What is the difference between the sum of the first 10 terms and the next 10 terms of this sequence? Appu claims, Appu പറയാണ് sum of the continuous terms from the first term of the arithmetic sequence 4, 12, 20. അപ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ എഴുതുന്ന arithmetic sequence ഇപ്പോൾ ഈ arithmetic sequence ഒന്നുകൂടി നമുക്ക് എഴുതാം 4, 12, 20. ഈ arithmetic sequenceന്റെ എന്താണ് നമ്മൾ ടേമുകളുടെ തുക കാണുകയാണെങ്കിൽ ആ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഈ 4ഉം ഈ 12 കൂടി അങ്ങോട്ട് കൂട്ടി ഞാൻ അപ്പോൾ എത്ര കിട്ടി എനിക്ക് 16. ഓക്കെ, ഈ 16 എന്ന് പറഞ്ഞാൽ എന്താണ് 4 സ്ക്വയർ അല്ലേ? 4 സ്ക്വയർ അല്ലേ? ശരിയാണ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. കിട്ടിയോ? ഓക്കെ. ഡു യു എഗ്രി വിത്ത് അപ്പു? നിങ്ങൾ അപ്പുവിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പദങ്ങളുടെയും തുകയും സ്ക്വയർ ആണെന്ന് നിങ്ങൾ തെളിയിക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ്? ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക, ഫസ്റ്റ് 10 ടേംസ്. ദെൻ ദ നെക്സ്റ്റ് 10 ടേംസ്, പിന്നീടുള്ള 10 പദങ്ങളുടെ തുകയും കാണുക. ഈ രണ്ട് തുകയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യമേ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് സമ്മിന്റെ ജനറൽ ഫോർമുല കണ്ടുപിടിക്കണം. ആൾജിബ്രിക് ഇക്വേഷൻ ഓഫ് സം. നമുക്കറിയാം സം കാണാനുള്ള സമവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n/2 ഇൻറ്റു 2x or x1 ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d. ഓക്കെ, ഹിയർ നമുക്ക് ചില ടേംസ് അറിയണം, d അറിയണം. ആൻഡ് d എന്ന് പറയുന്നതാണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. This 12 minus 4 is equal to 8. Clear? This is d. And x അറിയണം. X is equal to first term, that is 4. X is equal to 4. Then put the values here. So this will become n/2 into 2 into what is x is equal to 4 first term plus ആദ്യത്തെ പദം n-1 into d. What is d? 8. Okay, so finally n/2 into 2 into 4 8 plus ഇതകത്തേക്ക് ഗുണിക്കണം 8 into n, that is 8n. Then 8 into -1 is equal to -8. What happened is this plus 8 and -8 get cancelled. That 8 minus 8 എന്താണ് 0. Finally n/2 into 8n. What happened is 2 and 8 get cancelled. This become 4. So the final answer is 4 and into n square, 4n square. Clear? We can change this 4 as 2 square. Clear? 2 square and n square. So again രണ്ട് പേരുടെ മീതെ സ്ക്വയർ ഉണ്ട്, so we can change it as 2n whole square. കണ്ടോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്നിന് നിങ്ങൾ 1 കൊടുക്കുക. സപ്പോസ് ഇവിടെ നിങ്ങൾ എന്നിന് 1 വില കൊടുത്താൽ 2 into 1 square, 2 square ഫസ്റ്റ് 4. എന്നിന് നിങ്ങൾ 2 കൊടുക്കുക, അപ്പോൾ 2 into 2 square, that is 16. 3 കൊടുക്കുക, അപ്പോൾ 3 square into 9 into 2 18. അപ്പോൾ 2n square എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ SN വരും. ക്ലിയർ ആണോ? ഓക്കെ, സോ
as 2n square is a perfect square, so I agree with Appu's opinion. അപ്പു പറഞ്ഞത് എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. 2 into 1 whole square, that is 2 square is equal to 4. എന്താണ് ഇതിന്റെ മീനിങ്? ആദ്യത്തെ പദത്തിന്റെ തുക അത് 4 തന്നെയാണ്. അടുത്തത് n is equal to 2. If n is equal to 2, that means 2 into 2 whole square, that is 4 square is equal to 16. 16 is a perfect square. കണ്ടോ? അടുത്തത് ആദ്യത്തെ 3 പദങ്ങളുടെ തുക, that means 2 into 3 whole square is equal to 6 square is equal to 36. That means എല്ലായ്പ്പോഴും 2 into എണ്ണൽ സംഖ്യ ഹോൾ സ്ക്വയർ, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. കണ്ടോ? അപ്പോൾ 4, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരം വന്നത് എന്താണ്? 16, പിന്നെ ഉത്തരം വന്നത് എന്താ? 36. എല്ലാവരും എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ അപ്പു പറഞ്ഞ ഉത്തരം എന്താണ്? ശരിയാണ്. ഇനി നമുക്ക് 10ാമത്തെ ടേം കാണണം. എന്തിനാണ് 10ാമത്തെ ടേം കാണണം? 10 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ 10ാമത്തെ ടേം നമുക്കറിയണം. എന്തിനാണ്? xn is equal to x plus first term plus n minus 1 into d. So this is equal to x 10 ആണെങ്കിൽ first term നമുക്കറിയാം this is equal to 4 plus 10 minus 1 into d. What is d? 8 is equal to 4 plus 9 into 8 is equal to 4 plus 72 is equal to 76. Clear? Similarly, you can find the x11 and x20. Okay. എന്തിനാണ് ഇതെല്ലാം കാണുന്നത്? നമുക്ക് ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണണം. ഫസ്റ്റ് 10 term, S10. Okay. We know that one formula Sn is equal to n by 2 into ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണാൻ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം മതി. ഇതാണ് നമ്മുടെ ഫോർമുല. അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല S10 ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 10 എന്ന് കൊടുക്കുക. 10 by 2 ബ്രാക്കറ്റിനകത്ത് x എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 4. x is equal to 4 plus what is xn? xn എന്ന് പറഞ്ഞാൽ 10ാമത്തെ പദം അല്ലേ? ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് 1 2 3 അങ്ങനെ 10ാമത്തെ പദം. അപ്പോൾ 10ാമത്തെ പദമാണ് xn എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത്. അത് 10ാമത്തെ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 76. So this is equal to 10 by 2 is equal to 5 into 18. So the sum of the first 10 term is equal to 400. Clear? Okay. Then similarly you can find the sum of the next 10 terms. How? അടുത്ത 10 പദങ്ങളുടെ തുക നിങ്ങൾക്ക് കാണണം. പക്ഷെ അടുത്ത 10 പദങ്ങളുടെ തുക കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. 11ാമത്തെ പദമാണ് നിങ്ങളുടെ ഫസ്റ്റ് ടേം, 20ാമത്തെ പദമാണ് നിങ്ങളുടെ ലാസ്റ്റ് ടേം. സോ 11ാമത്തെ പദം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 84, 20ാമത്തെ പദവും കണ്ടുപിടിച്ചിട്ടുണ്ട് 156. സോ നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ S10 is equal to 10/2 ഫസ്റ്റ് ടേം ആയിട്ട് നമ്മൾ 84 എടുക്കണം. ഓക്കെ, 84 പ്ലസ് ലാസ്റ്റ് ടേം ആയിട്ട് 20ാമത്തെ പദം എടുക്കണം 156. Find the answer. Okay, do it yourself. So the answer is 1200. Difference 1200 ഇന്ന് 400 കുറയ്ക്കുക. ഡിഫറൻസ് എത്രയാണ്? 800. Okay. Next question number 4. March 2012 SSLC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. An arithmetic sequence starts at 5, 9, 13. What is the next term? Is 2012
എ ടേം ഓഫ് ദി സീക്വൻസ്? 2012 അതിനകത്ത് ഒരു ടേം ആയിട്ട് വരുമോ എന്നാണ് ചോദ്യം. വൈ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മോഡലിന് ചെയ്താണ്. സിമ്പിളാണ്. ഇതാണ് നമ്മുടെ സീക്വൻസ്. കോമൺ ഡിഫറൻസ് 4. അതെങ്ങനെ കിട്ടി? 9 മൈനസ് 5 ചെയ്താൽ 9 മൈനസ് 5 ചെയ്താൽ മതി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടേം 13 കഴിഞ്ഞിട്ടുള്ള ടേം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം? അതാണ് ക്വസ്റ്റ്യൻ. അത് വെരി സിമ്പിളാണ്. ഈ 13നോട് ഈ 4 കൂട്ടിയാൽ മതി. നെക്സ്റ്റ് ടേം ഇസ് 13 പ്ലസ് 4 17. പിന്നെന്താ ചോദ്യം? 2012 ഇതിലെ ടേം ആവുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 2012 ടേം ആണോ എന്ന് ചോദിച്ചാൽ n കണ്ടുപിടിച്ചാൽ മതി. n is equal to xn മൈനസ് x1 ഡിവൈഡ് ബൈ d എല്ലാം ചെയ്തതിന് ശേഷം പ്ലസ് 1. ഹിയർ xn എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആ ചോദ്യം. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഓക്കെ. കോമൺ ഡിഫറൻസ് d നമുക്കറിയാം. സോ ജസ്റ്റ് പുട്ട് ദ വാല്യൂസ്. സോ 2012 നമ്മൾ xnന്റെ സ്ഥലത്ത് ദിസ് ഈസ് xn 2012 മൈനസ് x1 5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 4. ഇത് കുറയ്ക്കുമ്പോൾ 2007 by 4 plus 1. It is not a counting number. 2007 നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2012 is not a term of the sequence. അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാലല്ലേ നമുക്ക് ഇത്രാമത്തെ പദമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം 2012 പദമായിട്ട് വരില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. മാർച്ച് 2012 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ടേം ഓഫ് an arithmetic sequence is 34 and its eighth term is 69. മൂന്നാമത്തെ പദം 34, എട്ടാമത്തെ പദം 69. Find the common difference of the sequence. ഇതിന്റെ പൊതുവ്യത്യാസം കണ്ടെത്തണം. Write the algebraic form of the sequence. Algebraic form എഴുതണം. If a new sequence is formed by multiplying each term of the given sequence by 4 and then adding 3, then what is the 10th term of that sequence? So ഈ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 39 ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഈ ബുക്കായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. ഏകദേശം 113ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് 2012 മുതൽ 16 വരെയുള്ള മോഡൽ മാർച്ച് സേ എക്സാമിനേഷൻ ആണ്. അതിന്റെ ലിങ്ക് നമുക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. അതിനകത്ത് ഈ ക്വസ്റ്റ്യനും വിത്ത് ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു. Please subscribe to our YouTube channel for new update videos. Thank you once again.